കഴിഞ്ഞ കുറേ നേരം കൊണ്ട് ഈ മലയാള മാധ്യമങ്ങൾ വളരെ അവരുടെ ഓൺലൈൻ പേജുകളിലൊക്കെ ഭയങ്കര ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം കേൾക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ട് വീട്ടിലൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാമി ആയതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ ഒന്ന് ആട്ടെന്ന് വിചാരിച്ച് സമാധാനമായിട്ട് ഒന്ന് രണ്ട് കാര്യം മാത്രം ഈ പന്തളത്ത് നിന്ന് നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പരത്തുന്ന വിഷയങ്ങൾ പറഞ്ഞു പരത്തുന്നതും സത്യാവസ്ഥയും തമ്മിൽ ഒത്തിരി അന്തരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് വല്ലാത്ത സന്തോഷം, അതായത് ഈ ഇടതുപക്ഷത്തിൻ്റെ പേജുകളിലൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷം നടക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി, അതായത് BJPക്കാർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണ സംവിധാനം പന്തളത്ത് താഴെ പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഘോഷം. ഇവിടെ പോയി എന്നാണ് എനിക്ക് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല എങ്ങും പോയതായിട്ട്. നമ്മുടെ ചെയർപേഴ്സൺ മാറി മറ്റൊരാൾ വരുന്നു, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കാര്യം. അപ്പം അതിന് മുമ്പായിട്ട് ഈ ആളുകൾ തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ക്ലാരിറ്റി വരണം. കാരണം നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ള ആൾക്കാരും ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, എനിക്കിപ്പം കഴിഞ്ഞൊരു 1-2 മണിക്കൂറിനിടയിൽ ഒരു 10-100 മെസ്സേജെങ്കിലും എൻ്റെ 1-2 സുഹൃത്തുക്കൾ പല ഗ്രൂപ്പുകളായിട്ട് കണ്ടിട്ടുള്ള സാധനങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് ആ ഗ്രൂപ്പുകളിലെല്ലാം വളരെ തെറ്റിദ്ധാരണാപരമായ രീതിയിൽ ആളുകളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന മെസ്സേജുകൾ പാസ് ചെയ്യുന്നത്. അതും വോയിസ് മെസ്സേജായിട്ട് CPMൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളിൽ വമ്പൻ പ്രചരണമാണ് നടക്കുന്നത്. പന്തളത്ത് പിന്നെ സംഘികളുടെ ഭരണം താഴെ പോയി എന്നൊക്കെ പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഇടതുപക്ഷവും കോൺഗ്രസും സ്വതന്ത്രനും കൂടെ ചേർന്നാൽ പോലും പന്തളത്ത് ഇവർക്ക് ഭരണം കിട്ടത്തില്ല. പന്തളത്ത് ആകെയുള്ള സീറ്റെന്ന് പറയുന്നത് 33 സീറ്റാണ്. അപ്പം ആ 33 കൗൺസിൽ വാർഡുകളിൽ 18 സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് പന്തളത്തെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 14 പേര് സ്ത്രീകളാണ്, 4 പേര് പുരുഷന്മാരും. അപ്പം അതിൽ പ്രത്യേകിച്ച് 2 ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പിന്നെ അതും ക്രിസ്തീയ സഭയുടെ ആയിട്ടുള്ള ചുമതലയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണ്. അതിൽ 2 പേര് BJPയുടെ സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തെ മത്സരിച്ച് വന്നേക്കുന്നത്, അച്ചുകുഞ്ഞച്ചായനും ബിന്നിച്ചേട്ടനും. പിന്നെ ഒരാൾ KV പ്രഭയും, മറ്റൊന്ന് നമ്മുടെ പേര് പറഞ്ഞു പെട്ടെന്ന് അത് എന്നാൽ. അപ്പം ഈ പറയുന്ന 4 പേര്. അപ്പം ഇപ്പം ലൈവ് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കായതുകൊണ്ടാണ് പേര് വിട്ടുപോയത്. ഇപ്പം ഒരാളുടെ കാര്യം പറഞ്ഞതേ ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് വിട്ടുപോയതാണ്. ഇപ്പം തന്നെ പറഞ്ഞോളാം. അപ്പം ഈ കേട്ടോണേ. അപ്പം പന്തളത്ത് നഗരസഭയുടെ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒരു വനിതാ 14 പേര് വനിതകളുള്ളതുകൊണ്ട് കിഷോർ കേട്ടോ, കിഷോറിൻ്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ കിഷോറിൻ്റെ കാര്യം തന്നെ പേരോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ 4 പേരുടെ പേരിങ്ങനെ ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴത്തേക്ക് അതിനിടയ്ക്ക് കിഷോറിനെ വിട്ടുപോയതാണ്. കിഷോർ കാണുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ആ 14 പേര് സ്ത്രീകളായതുകൊണ്ട് എന്ത് ചെയ്തു, ആ 14 പേരിൽ ഒരാളെ വനിതയെ പിന്നെ ചെയർപേഴ്സണാക്കി. ഒരാൾ രമ്യ ചേച്ചി അവിടുത്തെ പിന്നെ ഇതുമായി ഈ പിന്നെ വൈസ് ചെയർപേഴ്സണായി. അപ്പോൾ പന്തളത്ത് 4 കൊല്ലം ഭരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പരമാവധി കുത്തിത്തിരിപ്പിൻ്റെ എല്ലാ പരിപാടികളും ഇടതുപക്ഷവും കോൺഗ്രസും നോക്കി.
അപ്പോൾ അതിനോടൊപ്പം അവർക്ക് വേണ്ട ഹെൽപ്പിന് വേണ്ടി പന്തളത്തെ ചില മാധ്യമങ്ങൾ, ഞാൻ പറയുന്ന പന്തളത്തുകാർക്ക് കൃത്യമായിട്ട് ആരാന്ന് മനസ്സിലാവുകയും ചെയ്യും, ആരൊക്കെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. പന്തളത്തെ ചില മാധ്യമങ്ങൾ, പന്തളത്തിന് പുറത്തുള്ള ചില ആളുകൾ, അവരെല്ലാം അവിടെ കൂടി ചേർന്ന് അതിനിടയ്ക്ക് പണിയാവുന്ന മാക്സിമം പണികൾ പണിയും. അവരെന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവന്ന സമയത്ത് അതിനെ തടയിടാൻ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടാമോ ആ കൊള്ളരുതായ്മ മുഴുവൻ അവിടെ കാട്ടിക്കൂട്ടി. അതിനിടയ്ക്ക് മാധ്യമങ്ങളിൽ വന്ന പലതരത്തിലുള്ള വാർത്തകളും ശുദ്ധ അസംബന്ധമായിരുന്നു. അപ്പം അസംബന്ധമെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേ അറ്റത്തെ കൊള്ളരുതായ്മയായിരുന്നു. അവിടെ ആരോ നമ്മുടെ ഒരു പിന്നെ ബലിദാനി ഉണ്ടായ ദിവസം ഒരു ഭാരതീയ ജനതാ BJP-ക്കാരൻ മരണപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ RSS-കാരൻ കൊല ചെയ്യപ്പെട്ട സമയത്തോടോ അവിടെ ആഘോഷം നടത്തിയെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവിടെ എന്തൊരു മര്യാദകേടാണ് അവിടുന്ന് ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളിലെ യാഥാർത്ഥ്യം എന്താണെന്നറിയാത്ത രീതിയിൽ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേ രീതിയിലാണ് ഇപ്പോഴും ഇത് നടത്തുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം BJP-ക്കുണ്ട്. 33 കൗൺസിൽ വാർഡിൽ 18 സീറ്റുള്ള ഭാരതീയ ജനതാ പാർട്ടി അവിടുന്ന് പുറത്താക്കപ്പെട്ടു എന്ന രീതിയിലാണ് ചില ചാനലിലൊക്കെ പ്രചരണം നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയർപേഴ്സൺ രാജിവെച്ചു, വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു. അവർ പകരം 15 ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കുന്നു. BJP-യുടെ മറ്റൊരാൾ അവിടെ ചെയർമാനും അല്ലെങ്കിൽ ചെയർപേഴ്സണും പിന്നെ വൈസ് ചെയർമാനോ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണോ ആയിട്ട് വരും. അതിനെന്താണ്? ജനറൽ സീറ്റാണ് ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ. അത് ഒന്നുകിൽ വനിതയാവാം അല്ലെങ്കിൽ പുരുഷനാവാം. ഇതിലാര് വേണം എന്നുള്ളത് BJP-യുടെ അവിടുത്തെ കൗൺസിലേഴ്സിൻ്റെ മീറ്റിങ്ങും ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ആളുകളുടെയും നിരീക്ഷകന്മാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവർ തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അഭിപ്രായം നടത്താൻ വേണ്ടി പന്തളത്തെ ചില മാധ്യമങ്ങൾ ചില പോസ്റ്റുകൾ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. ഒരു പ്രമുഖ ഓൺലൈൻ ഉടായ്പ മാത്രം പടച്ചു വിടുന്ന ചില ആളുകളുണ്ട്. അവന്മാർ ഒരു വാർത്ത ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന പന്തളത്തെ ജനങ്ങൾ BJP-ക്ക് അധികാരം നേടാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം സീറ്റ് കൊടുത്തത് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പല പദ്ധതികളും തീർത്ഥാടന സംവിധാനങ്ങളുമായി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പം ഏത് രീതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തടയിടാൻ പറ്റുന്ന മാക്സിമം അവർ നോക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ ഭരണ സംവിധാനത്തിനെതിരെ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തു. അതിനോട് ചേർന്നിരിക്കുന്ന പിന്നെ പഞ്ചായത്താണ് ഞങ്ങളുടെ. ഞാൻ താമസിക്കുന്ന പിന്നെ പഞ്ചായത്ത് BJP-ആണ് ഭരിക്കുന്നത്. ഈ അടുത്തടുത്ത് 2 എണ്ണവും BJP-യുടെ കയ്യിലാണ്. BJP 2ാം ടൈമിലാണ് എൻ്റെ പഞ്ചായത്ത് ഭരിക്കുന്നത്, കുളനറ തോന്നുന്നു. അപ്പോൾ നമ്മുടെ പന്തളത്തെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു സംശയം, എന്തിനാണ് ഇത് രാജിവെച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനോട് BJP-യുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച സുശീല സന്തോഷ് എന്ന പന്തളത്തെ നഗരസഭാ ചെയർപേഴ്സൺ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ കാരണം അവർക്ക് രാജിവെക്കണം, അവർ പിന്മാറാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ, കാരണം നാളെ ഇവർക്കെതിരെ അവിശ്വാസമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ ഒരു പരീക്ഷണമോ അങ്ങനെ ഒരു സംസാരമോ ഈ പറയുന്ന നാളത്തെ അവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അകത്ത് വന്നിരുന്ന് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളുടെ കൊണവധികാരം കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാജിവെച്ചു. അവന്മാരുടെ ഉദ്ദേശം അങ്ങ് പാളി, അവന്മാർ ചമ്മി. ഇപ്പോൾ വിഷ്ണുവിന് അത്യാവശ്യം സമാധാനമായി കാണുമല്ലോ. വിഷ്ണുവിനാണ് പറഞ്ഞത്. വിഷ്ണു ആണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം എൻ്റെ സുഹൃത്തുകൂടാ കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നാളെ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിരുന്ന ആളുകൾ BJP-യുടെ ആളുകളെ ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് അവിശ്വാസം കൊണ്ടുവന്ന് BJP-യെ താഴെ ഇറക്കും എന്നൊക്കെ ആയിരുന്നു പ്രചരണം. BJP-യുടെ കൗൺസിലർമാരും പോവില്ല, വേറെ കാര്യം. അത് ചില ആളുകളുടെ ആഗ്രഹം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്നോണമാണ് ഇന്ന് വൈകുന്നേരമൊക്കെ അവിടെ ഭയങ്കര പിന്നെ പ്രകടനമൊക്കെ കിട്ടും, ഭയങ്കര പ്രസംഗമൊക്കെ കിട്ടും. പ്രസംഗം എന്താണ്? നാളെ ഇവരുടെ നടക്കാതെ പോയ ഉദ്ദേശം, അതായത് നാളെ വലിയ ആഘോഷം നടത്താൻ നാളത്തേക്ക് ഏതാണ്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നൊക്കെയാണ് കേട്ടത് കേട്ടോ. നാളെ BJP-യുടെ ഭരണ സംവിധാനം നാളെ താഴെ പോയി കഴിഞ്ഞിട്ട് നാളെ, അതായത് അവിശ്വാസത്തിലൂടെ ഇടതും വലതും സ്വതന്ത്രനും എല്ലാം കൂടെ ചേർന്നുള്ള അവിശ്വാസത്തിലൂടെ വന്നിട്ട് BJP-യുടെ കുറേ കൗൺസിലർമാരുടെ കൂടെ വരും, എന്നിട്ട് അവരെല്ലാം കൂടി ചേർന്ന് രാജിവെപ്പിക്കും എന്നൊക്കെയായിരുന്നു CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പദ്ധതി. അപ്പോൾ അവിടെ ആരും ചെല്ലത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ അതിൻ്റെ കൊതിക്കാർ ഇന്ന് അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു. എനിക്ക് ഈ ആളുകളോടൊക്കെ പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ഭരണ സംവിധാനം വീണ്ടും തുടരും. അത് അടുത്ത 15 ദിവസത്തിനകം പുതിയ
പിന്നെ പന്തളം നഗരസഭയിലേക്കുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക്, അത് പുരുഷനാവാം സ്ത്രീയാവാം, അത് തിരഞ്ഞെടുപ്പുണ്ടാവും. ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ബി ജെ പി തന്നെ ഭരിക്കുകയും ചെയ്യും. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ കൊടുക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഈ പറയുന്ന നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർമാരാണ് ഇവിടെ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഉടായ്പ് കാണിക്കാൻ ഇറങ്ങിയാൽ ആ ഉടായ്പ് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് മാനത്തുനിന്ന് കാണും എന്നുള്ളത് കൊണ്ട് തന്നെ ആ വരുന്ന പരിപാടിയാണ്. ആ പരിപ്പ് വേവിക്കാൻ വെച്ച കലത്തിന് വെച്ച അടുപ്പിനകത്തേക്ക് വെള്ളം കോരി ഒഴിച്ച് തിന്നതന്നെ. തൽക്കാലം ഇന്ന് നടക്കാതെ പോയ ചില ഉദ്ദേശങ്ങളുടെ പേരിൽ ആഘോഷം നടത്താൻ വേണ്ടി ഇരുന്ന അണ്ണന്മാർ അതുകൊണ്ട് തൽക്കാലത്തേക്ക് സമാധാനമായിട്ടൊരു 15 ദിവസത്തേക്ക് കൂടെ ആഘോഷിച്ചു. നിങ്ങൾ 15 ദിവസം വരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രചരിപ്പിച്ചു. ഇവിടെ ഒന്നും വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇനി ഇവിടെ ഭരണ സംവിധാനത്തിനെ അട്ടിമറിച്ച് അവിടെ വേറെ പലരും വരും, വന്നതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂ. നമുക്കാർക്കും വിരോധമൊന്നുമില്ല. അണ്ണന്മാർക്ക് കിട്ടുന്നത് മേടിച്ച് പോക്കറ്റ് ഇട്ടോളൂ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയോട് വിധേയത്വമുള്ളവരാണ് പന്തളത്തെ ഈ പറയുന്ന 18 കൗൺസിലേഴ്സ്. അതിൽ എല്ലാവരും ഇപ്പം നടപടി എടുത്തിട്ട് ഒരാൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കാത്ത ആളായതുകൊണ്ട് അദ്ദേഹവും എങ്ങും പോവില്ല. അത് നമുക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പലതും കാണിച്ചു കൂട്ടാമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വെള്ളമൊഴിച്ചത് ഞങ്ങളെല്ലാവരും മനഃപൂർവ്വം തീരുമാനിച്ചു തന്നെയാണെന്ന് കരുതുക. നാളത്തേക്ക് പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കം തൽക്കാലം ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പൊട്ടിച്ച് തീർക്കുക. എന്നിട്ട് ഇപ്പോൾ ശബരിമല സീസണൊക്കെ അല്ലേ, പന്തളത്തുള്ളവരല്ലേ, തൽക്കാലം 10 ശരണം വിളിക്കുക, കിടന്നുറങ്ങുക.